കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് പറയുന്ന സിനിമ ഇന്ന് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. കേരള സ്റ്റോറി ആദ്യം വന്നിരുന്നു. ആ സ്റ്റോറി വന്നതിന് ശേഷം അതിൻ്റെ സീരീസ് ആയിട്ടുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. കാരണം ബീഫ് കഴിക്കാത്ത കുട്ടിയുടെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെപ്പോലെയുള്ള പാവങ്ങളൊക്കെ അത് 120ഉം 150ഉം ചില കടകളിൽ നിന്ന് 270 രൂപയൊക്കെ കൊടുത്താണ് മേടിക്കുന്നത്. പ്രോപ്പർ ബീഫ് കിട്ടണമെങ്കിൽ നമ്മൾ 200 രൂപ കൊടുത്തൊക്കെ മേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥ നമുക്കുള്ളപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ട്രെയിലറിൽ മാത്രമുള്ളോ ഇനി സിനിമയിലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. കാരണം ട്രെയിലറിൽ ഇതുപോലെ തന്നെ കേരള സ്റ്റോറി വന്ന് 32,000 പെൺകുട്ടികൾ ISISലേക്ക് കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പ്രചരണാർത്ഥം ഡൽഹിയിൽ ഏതാണ്ട് ഇരകളാണ് എന്ന് പറയുന്ന നിരവധി പെൺകുട്ടികളെ വിളിച്ചിരുത്തിയിരുന്നു. എന്നിട്ടൊരു പത്രസമ്മേളനമൊക്കെ നടത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ അവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പോലും അത്തരത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. അവർ മാസ്ക് ഇട്ട് മുഖം മൂടിയൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ ഏതെങ്കിലും മലയാളിനെ വിളിച്ചിട്ട് മാസ്ക് ഇട്ടോ മുഖം മൂടിയൊക്കെ ഇരുത്തിയാൽ പോലും തൽക്കാലത്തേക്ക് അത് ഷോ മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം സിംഗിൾ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തു. കാരണം ഒരാൾ കേസിന് പോയതുകൊണ്ട്. പിന്നീട് ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറ്റില്ല, ഇത് പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് നോക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഷെഹനായിസിൻ്റെ അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കാരണം DYFIക്കാരൊക്കെ ഒന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം DYFIക്കാരൊക്കെ പ്രതിഷേധിക്കുന്നതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങളാണ് ഈ മുസ്ലിം മൈനോറിറ്റിയുടെ കൂടെ നിൽക്കുന്നത് എന്ന് അവരെ കാണിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു വോട്ട് പോലും മുസ്ലിം സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷം വോട്ടും ഏതാണ്ട് കൺസോളിഡേറ്റഡായി UDF അനുകൂലമായി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ UDFനൊപ്പം അവർ പോയിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് ഇത്തവണ അതങ്ങനെ മുഴുവനായി പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ചില തന്ത്രങ്ങളൊക്കെ തന്നെ CPM മെനഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ഫലപ്രദമായിട്ട് ഇത്തരത്തിലുള്ള ഈ കേരള സ്റ്റോറി 2വിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. രാഷ്ട്രീയമായവർക്ക് നേട്ടം ഉണ്ടാവില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ പ്രതിഷേധിക്കാൻ ചെന്നവരെ കണ്ടിട്ടാണ് ഈ സിനിമ എടുത്തവർക്ക് ഇത്തിരി ആശ്വാസം തോന്നിയിട്ടുണ്ടാവുക. കാരണം ഒരു തിയേറ്ററിലും തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഗ്രീൻഫീൽഡിലുള്ള മൂവി മാക്സ് ഉണ്ട്. അവിടെ 10 മണിക്ക് തന്നെ മുതൽ ചെന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവർ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് 45 മിനിറ്റായിട്ട് 10:45 ഷോ, അവിടെ ഒരാൾ പോലും വന്നിട്ടില്ല. ഇനി പുറത്തിറങ്ങി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ബീഫ് വായിലേക്ക് കുത്തിക്കയറ്റിയ പോലെ തന്നെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുവന്ന് സിനിമ കാണിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരള സ്റ്റോറി 2 എത്തിയേക്കുന്നത്. അതിനുശേഷം യഥാർത്ഥത്തിൽ കേരളത്തിൽ എറണാകുളത്ത് തന്നെ 10:15 ഷോ ഉണ്ടായിരുന്നു. ഈ 10:15 ഷോയിലും 1, 2, 3 പേരായിട്ട് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആരും തന്നെ എത്തിയിട്ടില്ല. പണ്ട് ഞാനൊരു ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന ബിജുവിൻ്റെ പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ച മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമയ്ക്ക് പോയപ്പോൾ ആകെ ഞങ്ങൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും മോളും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു വൈഫും ഹസ്ബൻഡും മാത്രം ഉണ്ടായിരുന്നു. ആകെ 5 പേർക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഷോ നടത്തിയത്. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കൊന്ന് ചോദിക്കാമായിരുന്നു, ബ്രേക്ക് വേണോ വേണ്ടെന്ന് ചോദിക്കാമായിരുന്നു. അതവർ ചോദിച്ചില്ല. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ അവർ ആ ഷോ നടത്തി. ഒരു കോമഡി പ്രോഗ്രാമിൽ ഒരാൾ പറയുന്നുണ്ട്, ഒരു സംവിധായകനെ കണ്ട് പറയുന്നുണ്ട്, മനോഹരമായ ഗംഭീര സംവിധായകനാണ്, എനിക്ക് ഇത്രയും റെസ്പെക്റ്റ് കിട്ടിയ ഒരു സിനിമ നിങ്ങൾ ചെയ്തല്ലോ എന്നൊരു ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംവിധായകൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ സിനിമയ്ക്ക് റെസ്പെക്റ്റ് കിട്ടിയിരുന്നു, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത്, ഇയാളൊരു 3 എണ്ണം അടിച്ചിട്ട് പുള്ളി സിനിമ കാണാൻ വേണ്ടി കയറിയിരുന്നപ്പോഴേക്കും സിനിമാ തിയേറ്ററിലെ ആളുകൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടന് ബ്രേക്ക് വേണോ, എത്ര സമയം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു 15 മിനിറ്റ് എടുക്കും, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സമയം ഒരു വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ബ്രേക്കിന് ഇദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിനിമ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം അതിൻ്റെ കാര്യം പറയുന്നത്. കാരണം പുള്ളി മാത്രമേ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും തന്നെ പുള്ളിയോട് വളരെ ബഹുമാനത്തോടെയാണ് കണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സിനിമ എടുത്ത സംവിധായകനെ പുള്ളി അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കേട്ടിട്ട് സംവിധായകനാകെ തല മരവിച്ച് നിൽക്കുന്ന രംഗം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഏതാണ്ട് അതേപോലെ തന്നെ ഒരു രംഗമാണ് ഈ പറയുന്ന ഇവിടെ BJPക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് സംവിധായകൻ്റെ പണി ചെയ്തു, അതുപോലെ ബാക്കിയുള്ളവരൊക്കെ നടന്മാരും നടിമാരും ഒക്കെ അവരുടെ പണി ചെയ്തു എന്ന് മാത്രമല്ല, അവർ കാശ് കിട്ടിക്കൊണ്ട് ഈ പണി ചെയ്തവരാണ്. ഇതൊരു വലിയ പ്രൊപ്പഗാൻഡയാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു അഭിലാഷവുമായി ഇറങ്ങിയത് BJPയാണ്. BJPക്ക് പക്ഷേ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ സംവിധായകൻ്റെ അവസ്ഥയിലാണ്. കാരണം കാണാൻ ആരും വന്നിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരാൾ കാണാൻ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മുൻ ഗവർണറും അതുപോലെ സർവോപരി BJPയുടെ നേതാവുമായിട്ടുള്ള കുമ്മനം രാജേട്ടനാണ്.
കുമ്മനം രാജേട്ടൻ പറയുന്നത് പുള്ളി എന്തൊക്കെ വന്നാലും ഈ സിനിമ കാണുമെന്നാണ്. കാരണം അത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. വലിയ തിക്താനുഭവങ്ങളുണ്ടായിട്ടുള്ള ആളുകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ സിനിമ വന്നായിട്ട് വരുമ്പോൾ അത് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം വരേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുള്ളി ഇത് കാണുമെന്നാണ്. ഞാൻ പണ്ട് രാജഗോപാലിന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ രാജഗോപാലിന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം ഓൺ ദ റെക്കോർഡായി തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുമ്മനത്തെ പോലൊരാളൊന്നും തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കില്ല. കാരണം കുമ്മനം ഒരു വർഗീയവാദിയാണ്. അപ്പോൾ അത്തരത്തിൽ വർഗീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളല്ല, പകരം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ആളുകളെയാണ് വേണ്ടത് എന്നുള്ളത് പ്രിയപ്പെട്ട രാജേട്ടൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. രാജഗോപാൽ അദ്ദേഹം കുറച്ച് വയ്യാതെയൊക്കെ ഇരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേർ നിങ്ങളതൊന്ന് കട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരാൾ പറഞ്ഞിരുന്നു അയാൾ പാവം നിഷ്കളങ്കനായ ഒരു RSSകാരനാണ്, BJP കാരനാണെന്ന് തോന്നുന്നു, അയാൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അമൃത TV-യിലൊക്കെ വർക്ക് ചെയ്ത ഒരാളും കൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എടാ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ ഈ വീഡിയോ കയറുള്ളൂ, അതുകൊണ്ട് അവരത് കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 സുഹൃത്തുക്കളെയും ഞാൻ യഥാർത്ഥത്തിൽ സ്മരിക്കുന്നു. പക്ഷേ എനിക്ക് കുമ്മനം രാജേട്ടനോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ കാര്യം കൂടിയാണ്. ഇവിടെ ജാനകി എന്ന് പേരുണ്ടായത് കൊണ്ട് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയിൽ ബാക്കി ആരെങ്കിലുമൊക്കെ അഭിനയിച്ചാണെങ്കിൽ കുഴപ്പമില്ല, പൃഥ്വിരാജൊക്കെ അഭിനയിച്ചാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, കാരണം നമുക്ക് അവരുടെ സിനിമകളൊന്നും ഓർഡറൊന്നും നിർബന്ധമില്ലല്ലോ. പക്ഷേ ജാനകി എന്ന് പറയുന്നത് ജാനകി V ആക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അഭ്യാസമാണ് കാണിച്ചത്. പക്ഷേ ആ സമയത്തൊന്നും കുമ്മനം രാജേട്ടന് ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതിൽ വലിയ ഗദ്ഗതമോ കുണ്ഠിതമോ തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് വലിയ വാർത്തയാവുകയും ഇത് കേരള സ്റ്റോറി വരികയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇത് BJPക്ക് പാളാൻ പോകുന്നൊരു തന്ത്രമാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. അതുകൊണ്ട് അങ്ങേയറ്റ അബദ്ധമാണ്. എന്താണെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത, അവരത്ര പ്രബുദ്ധരാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രബുദ്ധരായിട്ടുള്ള ജനത ഈ പറയുന്ന കേരള സ്റ്റോറി എന്ത് ചെയ്തിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു, അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്താനുള്ളത് DYFIക്കാണ്. അവർ സമരം നടത്തുകയോ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് ബഹളമുണ്ടാക്കുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇതൊരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല, ആരും അറിയാതെ 3ാമത്തെ ദിവസം തിയേറ്ററിൽ നിന്ന് പോകും. അല്ലെന്നുണ്ടെങ്കിൽ BJPക്കാരൊക്കെ തന്നെ കൃത്യമായിട്ട് സംഘപരിവാരമൊക്കെ തന്നെ നോട്ടീസ് കൊടുത്ത് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് ആളെ കയറ്റേണ്ട ഒരു അവസ്ഥയിലുണ്ടാവും. ആളെ കയറ്റുന്ന അവസ്ഥയും ഒക്കെ വന്നേക്കാം, കാരണം കുറച്ച് ആളുകളുള്ളതുകൊണ്ട് ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പോയി കണ്ടേക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ കയറുന്ന ആളുകൾ ഓടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്ത് വലിയ നിർദ്ദേശമുണ്ടെങ്കിലും 3 മണിക്കൂർ അകത്ത് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്, വളരെ മോശപ്പെട്ട ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്നാക്സും ഒക്കെ കൂടി കൊടുത്തുകൊണ്ട് ആളെ കയറ്റാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് സംഘപരിവാർ ബന്ധുക്കളോട് പറയാനുള്ളത്.